ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അവൽ പായസം. അവൽ പായസം ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പിട്ട് ആദ്യം നമുക്കതൊന്ന് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് ചുമന്ന് വരുമ്പോൾ അതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. കിസ്മിസ് ഇട്ട് കൊടുക്കാം. വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരിയ അതേ പാനിലെ നെയ്യിൽ തന്നെ ഇട്ട് നമുക്ക് അവൽ വറുത്തെടുക്കാം. 200 ഗ്രാം ചുമന്ന അവലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. റെഡ് അവൽ, ചമ്പാവരിയുടെ അവലാണ് എടുത്തിരിക്കുന്നത്. അവൽ നമുക്ക് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം. അവൽ നെയ്യിലിട്ട് മൂപ്പിച്ച് ഒന്ന് നന്നായിട്ട് ക്രിസ്പിയായി കിട്ടണം. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. തീ ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കുക. അവൽ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് കോരി മാറ്റി വയ്ക്കാം. അടുത്തതായി പാലൊന്ന് ചൂടാക്കി എടുക്കാം. പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 ലിറ്റർ പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പാല് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പാൽപ്പാട പിടിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. പാല് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ചൂടായി വരുന്ന പാലിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 10 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 10 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. മധുരം അവരവരുടെ ആവശ്യത്തിന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അവലിട്ട് കൊടുക്കാം. നേരത്തെ വറുത്ത് മാറ്റി വച്ചിരിക്കുന്ന അവൽ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അവൽ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അവൽ ചേർത്ത് പാല് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു 3 ടീസ്പൂൺ അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. 5 മിനിറ്റ് നേരം അവൽ പാലിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വരണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. 5 മിനിറ്റ് അവൽ പാലിൽ കിടന്ന് നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കാം. വളരെ ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും വളരെ സ്വാദിഷ്ടവുമായ ഒരു വിഭവമാണ് ഈ അവൽ പായസം. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വളരെ സ്വാദിഷ്ടമായ അവൽ പായസം ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് തണുത്തതിന് ശേഷം സെർവ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.